ഒത്തിരി വ്യൂവേഴ്സ് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. കുറച്ച് ലേറ്റായിപ്പോയി ഇതിൻ്റെ റെസിപ്പി ചെയ്യാനായിട്ട്. പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പാവയ്ക്ക ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പാവയ്ക്കയാണ്. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കണം. അതിന് ശേഷം നമ്മളൊരു ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ പാവയ്ക്ക പച്ചമുളക് അതെല്ലാം കൂടിയും ഇട്ടിട്ട് ശരിക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം കേട്ടോ. നമ്മൾ കിച്ചടിക്കും തീയലിനും എല്ലാം വറുക്കുന്ന പോലെ ഇതൊന്ന് വറുത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് കോരി മാറ്റിയെടുക്കണം. എന്താ അതുപോലെ ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ആ സെയിം എണ്ണയിൽ ഇപ്പോൾ എണ്ണ കൂടുതലുണ്ടായിരുന്നു. എണ്ണ മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് ശരിക്കൊന്ന് മൂപ്പിച്ചു. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 2 നുള്ള് കായം പൊടി, അതുപോലെ തന്നെ 2 നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ശരിക്കൊന്ന് മൂപ്പിച്ചതിന് ശേഷം പുളിവെള്ളം നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അത് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വറുത്തിരിക്കുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് ശരിക്കൊന്ന് മിക്സ് ചെയ്യുക. മധുരത്തിന് വേണ്ടിയിട്ട് കയ്പ്പ് കുറയാനായിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു നുള്ള് ശർക്കര കൂടെ ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കയുടെ റെസിപ്പി ആയിട്ടുണ്ട് കേട്ടോ. ചോറിന് കൂട്ടാനെല്ലാം നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതാണ് എല്ലാവരും ചോദിച്ച റെസിപ്പി. അറിയാത്തവർ ഒന്നുണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഒന്ന് സബ് ചെയ്ത് ഫോളോ ചെയ്യണേ.